സിറ്റി ഓഫ് മൈഗ്രൻസ്, ആര്യ സമാജ സ്ഥൽ എന്ന് വിളിക്കപ്പെട്ട ഇടം, RSSകാരുടെ ഒരു കാലത്തെ ശക്തി കേന്ദ്രം, ഹിന്ദുത്വ പരീക്ഷണങ്ങളുടെ പ്രാഗ്രൂപങ്ങൾ പലതും കണ്ട നഗരം, മുഗൾ ബ്രിട്ടീഷ് ഭരണാധിനിവേശങ്ങളുടെ ചരിത്ര സ്മാരകങ്ങൾ ഉറങ്ങുന്ന മണ്ണ്, റൈസിന ഹിൽസും ഓൾഡ് ഡൽഹിയും, രണ്ടു തരം മനുഷ്യാനുഭവ ലോകം. രാം ജന്മഭൂമി മൂവ്മെൻറ്റിൽ പങ്കെടുത്ത ഒരുപാട് പേരെ ഡൽഹിയിലും ഓൾഡ് ഡൽഹിയിലും കാണാം. ഇന്ദിരയുടെ വാഴ്ചയും സിഖ് കൂട്ടക്കൊലയും ഡൽഹി കലാപവും കണ്ട നാട്. ഭരണസൗകര്യ വികസനത്തിൻ്റെ മൂടിക്കപ്പുറം ഡൽഹി പലതരം ധാരകൾ ചേർന്ന നഗരമാണ്. ഓൾഡ് ഡൽഹിയിലെ മുസ്ലിങ്ങൾ മറ്റ് ദേശങ്ങളിൽ നിന്ന് വന്നെത്തി ഡൽഹിയിലെ കൂലിത്തൊഴിലാളികളായി കുടുംബമായി അവിടെ തന്നെ കിടന്ന് ശ്വാസം നിലച്ചവർ, ജോലിക്കായെത്തി അതിജീവിച്ച മനുഷ്യർ, അധികാര കേന്ദ്രങ്ങൾ, പുരാതന ഗല്ലികളിലെ ദരിദ്രരായ തൊഴിലാളികൾ, രാത്രികളിലെ സ്ത്രീ സുരക്ഷയില്ലായ്മയും നോയിഡ IT വ്യവസായ ലോകവും യമുനയും, ഇതെല്ലാം ചേർന്നതാണ് ഡൽഹി. RSSന് നല്ല ശക്തിയുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു അവിടെ. ആര്യ സമാജക്കാരെല്ലാം RSS ആയി മാറുകയോ അതിൻ്റെ B ടീമായി പ്രവർത്തിക്കുകയോ ചെയ്ത കാലം. അടിയന്തരാവസ്ഥയിൽ ശക്തമായ സെല്ലുകളായി രഹസ്യമായി പ്രവർത്തിച്ചവർ. പക്ഷെ BJP ആയിരുന്നില്ല അവരിൽ മിക്കവരും. വോട്ടെടുപ്പുകളിൽ ജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. അരനൂറ്റാണ്ട് മുൻപത്തെ 5 ശാഖകളിൽ നിന്ന് 2200 പ്രധാന ശാഖകളുള്ള RSS ആയി മാറി ഡൽഹിയിൽ. ജോലി തേടിയെത്തിയവരുടെ നഗരമായി 80കളോടെ ഡൽഹി മാറി. ഡൽഹിയിലെ വോട്ട് ബാങ്ക് അങ്ങനെ മാറി മറിഞ്ഞു. സിറ്റി ഓഫ് മൈഗ്രൻസ് എന്ന പേര് തന്നെ വീണത് അങ്ങനെയാണ്. ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ബീഹാർ, UP സംസ്ഥാനക്കാരുടേതായി 46% വോട്ട്. 2008 തെരഞ്ഞെടുപ്പിൽ BSPക്ക് 14% വരെ വോട്ട് കിട്ടി. 2010 ശേഷം വോട്ട് നില മാറി മറിഞ്ഞു വന്നു. 2020 തെരഞ്ഞെടുപ്പിൽ BJPക്ക് 38%. കോൺഗ്രസിനെ അവിശ്വസിച്ചവർ AAPയിലേക്ക് ചേക്കേറി. പുതിയ അധികാര ശക്തിയായി ആം ആദ്മി പാർട്ടി മാറി. ആപ്ഡ സർക്കാർ, ഷീഷ്മഹൽ വിവാദങ്ങൾ, ഡൽഹിയിലെ കുടിയൊഴിപ്പിക്കൽ, മുസ്ലിം ചേരി പ്രദേശത്തെ ബുൾഡോസിംഗ്, മാലിന്യമലയായി ഡൽഹി മാറിയെന്ന അമിത്ഷായുടെ വാക്കുകൾ, യമുനയുടെ ഭാവി, കുടിവെള്ളത്തിലെ വിഷാംശം, വായുമലിനീകരണം, സ്ത്രീ സുരക്ഷ, റേപ്പ് കേസുകൾ, കർഷക പ്രക്ഷോഭം, സിഖ് പ്രതിഷേധം, MSP, ഇതെല്ലാം ഇത്തവണ ചർച്ചയായി. മോദി ഇഫക്റ്റിനും ബജറ്റിലെ ആദായ നികുതി പരിഷ്കാരത്തിനും ജനം കൈയടിച്ചു. ലഫ്റ്റനന്റ് ഗവർണറുമായുള്ള ചേരിപ്പോരിന് അന്ത്യം കുറിച്ച് 28 വർഷത്തിനു ശേഷം ഭരണം പിടിക്കണമെന്ന BJPയുടെ ആഗ്രഹം, AAPയുടെ അധികാര തുടർച്ച നിലനിർത്താനുള്ള വാശി, ഇതെല്ലാമായിരുന്നു ഇത്തവണ നടന്നത്. ഒടുവിൽ ജനവിധി പുറത്തു വന്നിരിക്കുന്നു. AAPയിലെ ഭിന്നിപ്പ്, അഴിമതി, കൈക്കൂലി ആരോപണങ്ങൾ, സ്വാതി മലിവാൾ MP യുടെ വിമത പോരാട്ടം, നേതാക്കളുടെ വിട്ടുപോക്ക്, 8 MLAമാരുടെ രാജി, അവരുടെ BJPയിലേക്കുള്ള കൂറുമാറ്റം, ഇതെല്ലാം പ്രചരണ വിവാദങ്ങളും വിഷയങ്ങളുമായി. ഓൾ ഇന്ത്യ മജ്ലിസ് പാർട്ടി മത്സരിച്ചത് 2 സീറ്റിൽ 2 പേരും ജയിലിൽ കിടന്ന് മത്സരിച്ചു. BSP മത്സരരംഗത്തുണ്ടായി. 15 വർഷത്തിന് ശേഷം ശ്വാസം ലഭിക്കാനുള്ള സീറ്റിനു വേണ്ടി ഇന്ത്യ സഖ്യം മര്യാദ മറന്ന് കെജ്രിവാളിനെതിരെ അടക്കം കോൺഗ്രസ് പോരാടി. അമിത്ഷാ, മോഡി എന്നിവർ മാത്രമല്ല, രാഹുൽ അടക്കം കെജ്രിവാളിനെ ചുറ്റും നിന്ന് ആക്രമിച്ച കാഴ്ചയും ഈ തെരഞ്ഞെടുപ്പ് കണ്ടു. केजरीवाल जी, दिल्ली का पानी पी लीजिए. അഴിമതി ആരോപണം വ്യാജ കേസുകളാണെന്ന് AAP പ്രചാരണത്തിലുടനീളം മറുപടിയും പറഞ്ഞു. ക്ഷേമ പദ്ധതികളും മാനിഫെസ്റ്റോയും അതുപ്രകാരം തയ്യാറാക്കി ഇരുപക്ഷവും മുന്നോട്ടുപോയി. സ്ത്രീകളുടെ ധനസഹായം, തൊഴിലാളി ക്ഷേമനിധി, വൈദ്യുതി, കുടിവെള്ള സൗജന്യങ്ങൾ, യാത്രാ സൗജന്യം എല്ലാം പ്രഖ്യാപിക്കപ്പെട്ടു. സുഷമ സ്വരാജും ഷീലാ ദീക്ഷിതും അതിശയും പോലുള്ള സ്ത്രീകൾ ഭരിച്ച സംസ്ഥാനം. ഇന്ത്യക്ക് അറിയേണ്ടത് ഇത് മാത്രമായിരുന്നു. ഡബിൾ എഞ്ചിൻ സർക്കാരോ ആം ആദ്മികളുടെ നേതാവോ എന്നത്. അതിനിപ്പോൾ തീരുമാനമായിരിക്കുന്നു.
എ സിറ്റി ഓഫ് മൈഗ്രൻസ് എന്ന പേര് വീണ വരത്തന്മാരുടെ നഗരം ഒരിടവേളയ്ക്ക് ശേഷം BJP ഭരിക്കും. ഡബിൾ എഞ്ചിൻ സർക്കാർ നിലവിൽ വന്നിരിക്കുന്നു. ഡൽഹിയിൽ ചൂലിൻ്റെ കെട്ടഴിച്ച് മോദി, കെട്ടഴിക്കാൻ ഒപ്പം നിന്ന് കോൺഗ്രസും.